കണ്ണുനു താഴ്വര അതുവഴിയായവർ ധ്യാനം ചെയ്യുന്നു. ആയതുമാ ജലാശയമാ കണ്ണുനു താഴ്വര അതുവഴിയായവർ ധ്യാനം ചെയ്യുന്നു. ആയതുമാ ജലാശയമാ മുൻമഴയനുഗ്രഹ പൂർണ്ണമാകും. മുൻമഴയനുഗ്രഹ പൂർണ്ണമാകും. ഭാവിക്കും ബലം അവർ ബലത്തിനുമേ ചെന്നെത്തുമേ വരും സിയോൻ. ചെന്നെത്തുമേ വരും സിയോൻ. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സിലീറ്റിലെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അരുളുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 84-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി 2 വ്യത്യസ്തമായ വീഡിയോസ് ചെയ്തിരുന്നു. ഒന്ന് കണ്ണുനീർ താഴ്വര എന്നും മറ്റൊന്ന് ബലം ദൈവത്തിലുള്ളവൻ എന്ന 2 വീഡിയോസ് ആയിരുന്നു. 84-ാം സങ്കീർത്തനം ഒരു നല്ല പഠന വിഷയമാണ്. അത് മുഴുവൻ ഞാൻ തീർത്തിട്ടില്ലായിരുന്നു. സമയം കിട്ടുമ്പോൾ അതിൽ 1-2 വാക്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം ഒരു ദിവസം പറഞ്ഞ വീഡിയോ അങ്ങ് ദീർഘമായി പോകും. ഒന്നാമത് വീഡിയോ ദീർഘമാണെന്നുള്ള പരാതി ഒത്തിരി പേർക്കുണ്ടെന്ന് എനിക്കറിയാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ദീർഘമായി പോവും. ഇന്ന് 84-ാം സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷെങ്കിൽ നിങ്ങൾ ചിലർക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രയോജനവും ദൈവത്തോട് അല്പം കൂടെ അടുക്കുന്നതിനും നമ്മുടെ ദൈവാശ്രയം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മുൻമഴ പിന്മഴ എന്നൊക്കെ നമ്മൾ ധാരാളം പറയാറുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് തന്നെ അനുഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്, പരിശുദ്ധാത്മമാരി എന്നുള്ള അർത്ഥത്തിലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പലപ്പോഴും പ്രത്യേകിച്ച് പാട്ടുകൾ കേൾക്കുമ്പോഴും ആളുകൾ അതിനെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോഴും വേണ്ടതായ ഒരു ധാരണ ഇല്ലാതാണ് ഈ പാട്ട് എഴുതുന്നതും ആളുകൾ പ്രസംഗിക്കുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ടാകാറുണ്ട്. ഈ വീഡിയോ വിമർശനത്തിൻ്റെ വീഡിയോ അല്ല. പാട്ടുകാരെയും വിമർശിക്കുകയല്ല, പാടുന്നവരെയും വിമർശിക്കുകയല്ല, അങ്ങനെ എഴുതുന്നവരെയും വിമർശിക്കുകയല്ല. വിമർശനം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ അർത്ഥരഹിതമായി തങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എഴുതുകയും പാടി നടക്കുകയും പിന്നെ അതിനെപ്പറ്റി പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്നത് തെറ്റായൊരു പ്രവണതയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ പിന്മഴ പെയ്ക്ക എന്ന് പറയുമ്പോൾ പാടിയ ആള് പെന്തക്കോസ്ത് നാളിൽ മുൻമഴയാണ് പെയ്തെന്നും ഇപ്പോൾ ഇനിയും പിന്മഴയാണെന്നും നമ്മളിപ്പോൾ പിന്മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കണമെന്നും ഒരർത്ഥമാണ് താൻ ഉദ്ദേശിക്കുന്നത്. അത് പാടുന്ന ആള് ആ അർത്ഥത്തിലാണത് പാടുകയും ചെയ്യുന്നത്. ഇനി സഖര്യാപ്രവചനം 10-ാം അധ്യായത്തിൽ പിന്മഴയുടെ കാലത്ത് നീ മഴയ്ക്കായി യഹോവയോട് അപേക്ഷിക്കണം, അവിടുന്ന് മിന്നൽ പിണറുകളെ അയക്കുമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുൻമഴയും പെന്തക്കോസ്ത് നാളിൽ മുൻമഴയും ഇപ്പോഴത്തെ പിന്മഴയും. ഇവിടെ നമുക്ക് സാരമായൊരു ആശയക്കുഴപ്പമുണ്ട്. ആശയക്കുഴപ്പം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിലെ മുൻമഴ അല്ല. പെന്തക്കോസ്ത് നാളിലെ മുൻമഴ അല്ല. ഇതാദ്യം മനസ്സിലാക്കേണ്ടത്. പെന്തക്കോസ്ത് നാളിലെ പിന്മഴയാണ്. പെന്തക്കോസ്ത് നാളിൽ പെയ്ത പിന്മഴയാണെന്ന് ബാബുജോൻ ഇവിടെ നിന്നൊരു വീഡിയോയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ലല്ലോ. പിന്നെ എങ്ങനെയായിരിക്കണം? അത് പിന്മഴയാണ് എന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്നാണ് തെളിയിക്കപ്പെടേണ്ടത്, വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നാണ് തെളിയിക്കപ്പെടേണ്ടത്. ഞാൻ വേദപുസ്തകത്തിൽ അതിൻ്റെ അടിസ്ഥാനം ഒരു ഡീപ്പായ സ്റ്റഡി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഞാൻ മുൻമഴയെപ്പറ്റി മാത്രം പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മൾ ആത്മമാരി എന്ന അർത്ഥത്തിൽ അത് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ആത്മമാരി എന്നാണ്. കാര്യം എനിക്കറിയാവുന്ന ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു കേരളത്തിൽ, ആത്മമാരി മിനിസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മിനിസ്ട്രി ഒന്ന് രജിസ്റ്റർ ചെയ്ത ആ മിനിസ്ട്രിയുടെ പേരിൽ കുറച്ച് പബ്ലിക്കേഷൻസ്, പിന്നെ ഒരുപാട് പേര് നമ്മൾ ഈ സുവിശേഷ വേലയാണല്ലോ, നമ്മൾ ഇന്നത്തൊക്കെ വായിക്കാതിരിക്കണില്ല, ആ വേലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ആത്മമാരി മിനിസ്ട്രീസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡൽഹി പോയി. അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടിക്കാണ്ട് രജിസ്ട്രേഷൻ കിട്ടി കേട്ടോ. ആത്മമാരി മിനിസ്ട്രീസ് രജിസ്ട്രേഷൻ കിട്ടി. അപ്പോഴെ വായിച്ച് നോക്കി വരുന്നറിയാമോ, അവിടെ ഇരിക്കുന്ന ഹിന്ദിക്കാർക്ക് ഈ ആത്മമാരി എന്നല്ല അറിയാമോ. അവനെഴുതി വെച്ച അധമമാരി എന്നാ. ഇനിയിപ്പോൾ എന്തോയും പറ്റും, ഇനിയിപ്പം കളയല്ല എന്ത് ചെയ്യാൻ പറ്റും. കാര്യം ആത്മമാരി നോട്ടീസിൽ അടിച്ചിട്ട് ഈ അധമമാരി കൊണ്ട് നടക്കാൻ പറ്റുമോ. വേറൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ പല ആത്മമാരിയും ഇപ്പോൾ അധമമാരിയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഉദാഹരണങ്ങളെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ ഈ ആത്മമാരി എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കണം, അത് അധമമാരിയായി പോകരുത്. അപ്പം ശരിക്കും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മ മഴ, പരിശുദ്ധാത്മാവിൻ്റെ പെയ്ത്ത്, അനുഗ്രഹമായി പെയ്തിറങ്ങുന്ന ഇതിനെപ്പറ്റി 3 മഴകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മുൻമഴയും, മറ്റേത് പിന്മഴയും, ദാറ്റ്സ് ഫോർമർ റെയിൻ, ലാറ്റർ റെയിൻ, ആൻഡ് ദെൻ ദ ലാസ്റ്റ് റെയിൻ ഓർ ദ ഫൈനൽ റെയിൻ. ഇനി അന്തിമമഴ എന്നൊന്നുമുണ്ട്. ഇത് 3ൻ്റെ പ്രത്യേകത, ഇത് 3 സമയങ്ങളിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ചരിത്രത്തിൻ്റെ 3 കാലഘട്ടങ്ങളിലാണ് ഈ 3 മഴയും പെയ്യേണ്ടത്. അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ ഹിസ്റ്ററി. യു കനോട്ട് ഗെറ്റ് ഇറ്റ് അറ്റ് എനി അതർ ടൈം. ആ ടൈമിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് ഓരോന്നും വ്യത്യസ്തരായ ആളുകൾക്ക് വേണ്ടിയാണ്. നോട്ട് ഫോർ ദ സെയിം പീപ്പിൾ, നോ, വ്യത്യസ്തരായ ആളുകൾക്ക് വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, വ്യത്യസ്തമായ സമയം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ചരിത്രത്തിലെ വ്യത്യസ്തമായ സമയം. 3, ഇതിൻ്റെ റിക്വയർമെന്റ് ഡിഫറെൻ്റ് ആണ്. വൈ ദ ഫോർമർ റെയിൻ, വൈ ദ ലാറ്റർ റെയിൻ, ആൻഡ് വൈ ദി ഫൈനൽ റെയിൻ. എന്തുകൊണ്ടാണ് ഈ 3 മഴകളുടെ ആവശ്യമുണ്ടാകുന്നത്? ആൻഡ് ദ ലാസ്റ്റ് തിങ് വി ഷുഡ് നോ ഫ്രം ഇറ്റ്. ഇതിൽ നിന്ന് അവസാനം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വരാൻ നിങ്ങൾ എന്തോ ചെയ്യണം. ഡു യു ഹാവ് ടു ഡു എനിത്തിങ് ഫോർ ദീസ് 2 റെയിൻസ് ടു കം? ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മുൻമഴ, അതിന് നീ എന്താ ചെയ്യേണ്ടത്? പിന്മഴയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഫൈനൽ റെയിനും എന്താണ് ചെയ്യേണ്ടത്? ഇത് 3 കൂട്ടർക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. ആ മഴ ലഭിക്കുന്നതിന് വേണ്ടി ആൾക്കാർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില കടമകളുണ്ട്. There are certain ways in which they should approach the throne of grace. കേട്ടോ, അതിനുവേണ്ടി നമ്മൾ കൃപാസനത്തിന് അടുത്ത് വരാൻ പ്രാർത്ഥിക്കാൻ തന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് പ്രെയർ ആണ് ഇത് 3നും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തിങ്സ് യു ഗോ ടു ഡു. ഇതിന് 3നും ചെയ്യേണ്ടത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് ആളുകൾ ഈ 3 മഴയെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് 1-2 പേര് ആവശ്യപ്പെട്ടതായിരുന്നു. ഈ 3 മഴയെപ്പറ്റി വിശദമായി വീഡിയോ ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് റിവീൽ ചെയ്യേണ്ടത്. ദ ഹോൾ കോണ്ടെക്സ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ പിന്നെ ആളുകൾക്ക് ആ മഴയെപ്പറ്റി സംശയം ഉണ്ടാകത്തില്ല. ഈ കോണ്ടെക്സ്റ്റ് റിവീൽ ചെയ്യാതെ അത് ഇന്നടത്ത് പറഞ്ഞാൽ ഒരു പിടിയും കിട്ടത്തില്ല. ഞാൻ സാധാരണ ഉദാഹരണം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ചെക്കൻ 10ാം ക്ലാസ് തോറ്റു കിടക്കുക, കുറച്ച് കൊല്ലമായി പുള്ളി തോറ്റു കിടക്കുക. അപ്പം അങ്ങനെ വഴിയെ പോകുന്നുണ്ട്. MSc മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കിടന്ന് കിട്ടി. പുള്ളി എടുത്ത് നോക്കിയപ്പോൾ കണക്കാന്നൊക്കെ പിടി കിട്ടി കേട്ടോ. നേരെ ഒരു കോളേജിൽ ചെന്ന് ഈ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് പ്രൊഫസർമാരെ കണ്ട് എല്ലാവരും ചോദിക്കുക, സാറേ ഇതിൻ്റെ ഉത്തരം എന്താ, ഇതിൻ്റെ ഉത്തരം എന്താ? ബെസ്റ്റ് ആരെയും ചോദിക്കുന്നത്, ഇവനെ 10 തോറ്റ് കിടക്കുക. ഇവനോട് ഇതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല.
അത് സാറുമാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ? അതുമല്ല. ഇവൻ്റെ ലെവല് ആ മറുപടി ഗ്രഹിക്കത്തക്കവണ്ണം ഉള്ള ലെവലല്ല. അവൻ അതുവരെ പഠിച്ചില്ല. അപ്പോൾ തന്നെ MS മാത്തമാറ്റിക്സ് ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിനോ അവർക്കതറിയാം. ഇനി അറിയത്തില്ലെങ്കിലോ അവർ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. എൻ്റെ ക്രിസ്തീയ ലോകമായിട്ടുള്ള പരിചയത്തിൽ മനസ്സിലായ ഒരു കാര്യം, വേദപുസ്തക സംബന്ധമായ തിരുവെഴുത്ത് സംബന്ധമായ വിഷയങ്ങളിൽ നമ്മുടെ തിരിച്ചറിവ് കിൻഡർ ഗാർഡൻ ലെവലാണ്. കിൻഡർ ഗാർഡൻ ലെവലാണ് നമ്മുടെ തിരിച്ചറിവ്. അപ്പോൾ ഈ 3 മഴയുണ്ടെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞു, അതേതായി 3 മഴ, അതേതായി 3 മഴ. അപ്പോൾ ഇതേതായി 3 മഴ എന്ന് പറയുമ്പം എൻ്റെ ചിന്ത, അപ്പോൾ പിന്നെ ഈ പുള്ളി എത്ര നേരം എന്തോ ബൈബിള് വായിച്ചത്, എന്തോ ഈ ബൈബിള് വായിച്ചത് പോട്ടെ, സാധാരണക്കാരന് ബൈബിൾ വായിച്ചിട്ട് മനസ്സിലായില്ല. അതങ്ങനെയാണല്ലോ. അതുകൊണ്ടില്ല നമ്മൾ ദൈവദാസന്മാരും പാസ്റ്റർമാരും നമ്മൾ MTHും MDയും DDയും കാടിയും കൂടിയും താടിയും ബീഡിയും ഒക്കെ എടുത്തിരിക്കുന്നത്. ഈ ബീഡിക്കാരെ ചോദിക്കുന്നത് ഏതാ സാറേ 3 മഴയെന്ന്. അപ്പോൾ എൻ്റെ സംശയം, ഈ പുള്ളി പിന്നെ എന്താ അവിടെ പോയി പഠിച്ചത്? ഈ സെമിനാരിൽ പോയി കുറെ പോലെ ഇരുന്നില്ലയോ, അവിടെ പോയി എന്തോ പഠിച്ചത്? അത് വേറൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പം എൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാൻ പോവാണ്. എൻ്റെ വിഷയം മുൻമഴ എന്നുള്ളതാണ്. ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അനുഗ്രഹീതമായ മുൻമഴ അനുഗ്രഹം എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ ടൈറ്റിൽ നിങ്ങൾക്കൊന്ന്, ശരിക്കും ഞാനിതിൻ്റെ ഹീബ്രു ബേസിസിൽ നിന്നാണ് പറയുന്നത്. ഹീബ്രു ബേസിൽ നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് ഞാനതിൻ്റെ ഹീബ്രു ബേസ് തന്നെ നിങ്ങൾ കാണിച്ചു തരാം. മുൻമഴ അനുഗ്രഹപൂർണം. ഇനി ബ്രാഖോത്ത് യറ്റേഹ് മോവേഹ്. ബ്രാഖോത്ത് യറ്റേഹ് മോവേഹ്. ബ്രാഖോത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നാണ്, അനുഗ്രഹ സമൃദ്ധി എന്നാണ് ബ്രാഖോത്ത്. ഇനി അതിന് അനുഗ്രഹങ്ങളെ കൊണ്ട് ബ്രാഖോത്ത് അനുഗ്രഹങ്ങളെ കൊണ്ട്. അടുത്തത് യറ്റേഹ് എന്ന് പറഞ്ഞാൽ അതിനെ മൂടും, അതിനെ കവർ ചെയ്യും. ഇനിയും എന്തുകൊണ്ട് കവർ ചെയ്യും? മൊറേഹ് എന്ന് പറഞ്ഞ മുൻമഴ എന്ന മുൻമഴ കൊണ്ട് അതിനെ കവർ ചെയ്യും. മുൻമഴ കൊണ്ട് അതിനെ കവർ ചെയ്യും. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് മുൻമഴ അതിനെ കവർ ചെയ്യും, അതിനെ അലങ്കരിക്കും. ശരിക്കും അങ്ങനെ ശരി കേട്ടോ. അതിനെ അലങ്കരിക്കും, അതിനെ അനുഗ്രഹപൂർണമാക്കി തീർക്കും. മുൻമഴ കൊണ്ട് അതിനെ അനുഗ്രഹപൂർണമാക്കി തീർക്കും. മുൻമഴ ഇതിനെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഡെക്കറേറ്റീവ് അലങ്കരിക്കും. മുൻമഴ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതിനെ അലങ്കരിക്കും. മുൻമഴ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതിനെ അലങ്കരിക്കും. അപ്പം നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, സപ്പോസ് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഞാനീ പറഞ്ഞ ബ്രാഖോത്ത് യറ്റേഹ് മൊറേഹ്, ബ്രാഖോത്ത് യറ്റേഹ് മൊറേഹ് എന്ന് പറഞ്ഞു നോക്കിയാൽ 2-3 പ്രാവശ്യം. ബ്രാഖോത്ത് യറ്റേഹ് മൊറേഹ് എന്ന് പറഞ്ഞാൽ മുൻമഴ ഇതിനെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയും. ഏതിനെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയും? അതവിടെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താ? നമ്മളത് മലയാളത്തിൽ വായിക്കുന്നത് കൊണ്ടും, മലയാളത്തിൽ വായിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് അല്ല,
അങ്ങനെയാണ് എൻ്റെ അർത്ഥം. നമ്മളത് മലയാളത്തിൽ വായിക്കുന്നത് കൊണ്ടും. രണ്ട്, നമുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളുകൾ പിന്നെ മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഏത് അനുഗ്രഹപൂർണമായി തീരുമെന്ന ഇത് വായിക്കുന്ന ഒരാൾ വന്നിട്ട് ഇതെന്ത് എഴുതിയിരിക്കുന്നത്? മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. ഏത് അനുഗ്രഹപൂർണമായി തീരുന്നു? ഏതിൻ്റെ കാര്യം പറയുന്നത് എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ പിന്നെ ചോദിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വലിയൊരു ഗുണമുണ്ട്. നമ്മൾ ഈ എന്നെപ്പോലുള്ള പ്രസംഗകർ രക്ഷപ്പെട്ടിരിക്കാനെന്നറിയാമോ? നമ്മൾ എന്തോ വിളിച്ചു പറഞ്ഞാലും ആളൊന്നും ചോദിക്കത്തില്ല. കാര്യം ദൈവവചനത്തോട് എതിർക്ക് നിൽക്കരുത്, ഒറ്റ ശാസന ഫലസന, അങ്ങനെ ഒരുപാട് ഫലസന ആൾക്കാർ മുമ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ എടുത്ത് പ്രസംഗിച്ച് ചെന്നാൽ സാറേ അതെന്താ പറഞ്ഞതെന്ന് ആരും ചോദിക്കത്തില്ല. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായെന്നുള്ള വിചാരത്തിലെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. അത് വലിയൊരു അനുഗ്രഹം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ടീച്ചിങ് എക്സ്പീരിയൻസ് മുഴുവൻ സെക്കുലർ വേൾഡിലായിരുന്നല്ലോ. അവിടെ എങ്ങനെയാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഉടൻ അതിൻ്റെ ബാക്കി പറയിപ്പിച്ചിട്ട് പിള്ളേർ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടത്തുള്ളൂ. പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സുകളിൽ സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കാൻ കയറുമ്പോഴേ, അല്ലെങ്കിൽ ഫിലോസഫി പഠിക്കുമ്പോഴേ അപ്പം പറഞ്ഞും കൊണ്ട് അങ്ങ് പൊക്കുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അവിടെ നിർത്തി പറയിപ്പിക്കും. ലെറ്റ്സ് കം ബാക്ക്. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഏത് അനുഗ്രഹപൂർണമായി തീരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഒരു ഇച്ചിരി ടോപ്പോഗ്രഫിയും ഒരു ശകലം ജിയോഗ്രഫിയും പിന്നെ ഒരു ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് ഇസ്രയേൽ ദേശത്തിൻ്റെ ഇതിനൊക്കെ ഒരു കുറച്ച് പഠിക്കണം. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ജിയോഗ്രഫി എന്നൊക്കെ ഹിസ്റ്ററിയും ഒക്കെ കേൾക്കുമ്പോഴേ ദേഷ്യം വരും. ഇനി ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവമേ ഇതുപോലെ അരിശമുള്ള കാര്യമില്ല മനുഷ്യർക്ക്. അന്നേ നമ്മൾ രക്ഷപ്പെട്ടു പോവുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ അങ്ങോട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് നമ്മളിങ്ങനെ ആത്മനിറവിൽ നിൽക്കുമ്പോഴാണ് എന്നെപ്പോലുള്ള ആൾ വന്നിട്ട് പിന്നെയും ചരിത്രവും ഭൂമിശാസ്ത്രവും കാലാവസ്ഥ വ്യതിയാനമൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാർ ചോദിക്കും, വല്ല മെസ്സേജ് വല്ലതും ഉണ്ടേ പറ. ചുമ്മാ കാലാവസ്ഥ വ്യതിയാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ വല്ല മെസ്സേജ് വല്ലതും ഉണ്ടേ പറയാൻ. അപ്പം ഇത് മിക്കവാറും കാലാവസ്ഥ വ്യതിയാനം, അതിനകത്ത് വലിയ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ. നല്ലൊരു മെസ്സേജ് കാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്തിട്ട് പോകുക നല്ലത്. കാര്യം മുഴുവൻ കാലാവസ്ഥ വ്യതിയാനമായി പറയുന്ന മുഴുവനും. ഇസ്രയേൽ ദേശത്തിന് മറ്റാർക്കുമില്ലാത്ത ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത എൻ്റെ കാലാവസ്ഥ സംബന്ധമായ കാര്യമാണ്. ഇപ്പം ആ രാജ്യത്ത് മഴ പെയ്യുന്നതും മറ്റ് സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ കൃഷിയും മറ്റ് സ്ഥലങ്ങളിലെ കൃഷിയും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളേതായാലും കൃഷിയിലോട്ട് പോകുന്നില്ല, കാലാവസ്ഥയിലോട്ട് തന്നെ നിൽക്കുക. നമ്മുടെ ഏപ്രിൽ മാസമാണ് ഈ ഫെസ്റ്റിവൽ ഓഫ് പാസ് ഓവറിൽ പെസഹ പെരുന്നാൾ. ഈ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് അവർ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് മഴ തീർന്നു. പിന്നെ മഴയില്ല. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഏതാണ്ട് സെപ്റ്റംബർ വരെ പിന്നെ മൈൽഡ് ഡ്യൂ ആണ്. മഞ്ഞ ദേശത്ത് നനയ്ക്കുന്നൊക്കെ, മഴയില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ ദേശത്തിൻ്റെ പ്രത്യേകത അതിന് മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിൻ്റെ സുലഭതയില്ലാത്ത ഒരു ദേശം. ഇതിന് മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു റാബായി അതിനെപ്പറ്റി ഒരു റിമാർക്ക് പറഞ്ഞു. ആ റിമാർക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നൈൽ നദിയുടെ വെള്ളം കൊണ്ട് സമൃദ്ധമായ മിസ്രയീം ഒരു ഭാഗത്ത് കിടക്കുന്നു. യൂഫ്രട്ടീസ് നദിയുടെ സമൃദ്ധമായ വെള്ളം കൊണ്ട് സമ്പുഷ്ടമായ അസേറിയ വേറെ കിടക്കുന്നു. പക്ഷെ ദൈവം തനിക്കായി ഒരു ദേശത്തെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു കൈത്തോട് പോലും ഇല്ലാത്ത, ഒരു ചെറിയൊരു ആറ് പോലും ഇല്ലാത്ത, ഒരു വാട്ടർ സോഴ്സും ഇല്ലാത്ത, മുകളിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ഒന്നും ലഭിക്കാത്ത ഒരു ദേശത്തെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം അങ്ങനെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുക്കുക, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുക, കുലീനമായതിനെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതിനെ തിരഞ്ഞെടുക്കുക.
ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ഒന്നുമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുക. എന്താ കർത്താവേ അങ്ങിങ്ങനെ ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കരുത്. അത്രയുള്ള കാരണം. ബാബു ജോൺ പേട്ടവലിക്ക് എന്തോ പ്രശംസിക്കാനുള്ളത്? വെട്ടിയെടുത്ത കുഴിയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ absolutely nothing. Absolutely nothing. ഹന്ന പറഞ്ഞ സെന്റൻസ് പറയാൻ ഒക്കത്തുള്ളൂ. എന്തുവാ ഹന്ന പറഞ്ഞത്? എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. പ്രഭുക്കന്മാരോടുകൂടി, ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തി മഹിമാസനം അവകാശമാക്കി കൊടുത്തു. അപ്പോൾ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കാൻ കാരണം അവർക്ക് ഒരു റിസോഴ്സസും ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ഒരു റിസോഴ്സസും ഇല്ലാതുകൊണ്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. ദൈവം തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലെ മറ്റുള്ള ജാതികളെക്കാട്ടിൽ ബലവാന്മാരും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും ആയതുകൊണ്ട് അല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. For 400 years you were slaves. 400 years you were slaves. നിങ്ങൾ മിസ്രയീമിൽ അടിമകളായിരുന്നു. ഇംഗ്ലീഷിൽ പറച്ചിലുണ്ട്, ഹൗ ഓഡ് ഈസ് ഇറ്റ് ഫോർ ഗോഡ് ടു ചൂസ് ദ Jew. ഹൗ ഓഡ് ഈസ് ഇറ്റ് ഫോർ ഗോഡ് ടു ചൂസ് ദ Jew. ഈ ദൈവം തമ്പുരാന് ഇവന്മാരെ അല്ലാതെ, ഈ യഹൂദനെ അല്ലാതെ വേറെ ഒരുത്തരെയും തിരഞ്ഞെടുക്കാൻ കിട്ടിയില്ലയോ? ചിലപ്പോൾ ഞാനും ദൈവത്തോട് ചോദിച്ചു, എന്നെപ്പോലെ കഴിവുകെട്ടവനെ അല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ഇതൊക്കെ ഒന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് അവരിത് ചെയ്യുമായിരുന്നു എന്ന്. ലെറ്റ്സ് കം ബാക്ക്. അപ്പം പാസ് ഓവർ മുതൽ സൂക്കോത്ത് വരെ, സൂക്കോത്ത് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് ദ ടെന്റ് എന്ന് നമുക്ക് പറയാം. ടെന്റ് കിട്ടിയ ആൾക്കാർ താമസിക്കുന്ന കൂടാരപ്പെരുന്നാൾ. ഈ കൂടാരപ്പെരുന്നാൾ വരെ മഴയില്ല. നല്ല ചൂടാണ്. 4 തരം കാറ്റാണ് ഇസ്രായേലിൽ അടിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഇന്ത്യക്ക് മഴയെപ്പറ്റി പറയാൻ വരുമ്പോൾ കാറ്റിനെ പറ്റി പറയാൻ പോകുന്നു. ഏതെങ്കിലും ഇവിടെ നിൽക്കാൻ പറയും. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, എന്നാലും ഒരു ശകലം ഇടയ്ക്കൊന്ന് മാറേണ്ടി വരും കേട്ടോ എന്ന് പറയുമ്പോൾ, ഈ ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാഗമാണ് മരുഭൂമി, ഈ മിഡിൽ ഈസ്റ്റിൻ്റെ മരുഭൂമി. അവിടെ നിന്നാണ് ഒരു കാറ്റടിച്ചു പോയാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ദേശം തകർന്നു പോകും. അതാണ് അവിടുത്തെ കാറ്റിൻ്റെ പ്രത്യേകത. ഇനി തെക്ക് ഭാഗമാണ് മിസ്രയീം. അവിടെ നല്ല ചൂടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അടിക്കുന്ന കാറ്റിനാണ് തെന്നിക്കാറ്റെന്ന് പറയും. തെന്നിക്കാറ്റും നല്ലപോലെ ചൂടടിപ്പിക്കും. ഇനി വേറൊരു കാറ്റുണ്ട്, വടതിക്കാറ്റെന്ന് പറയും. വടതിക്കാറ്റ് വടക്കേ അറ്റത്തു നിന്ന് വരുന്നതാണ്. അത് ഹെർമോൻ മലകളിൽ നിന്ന് വരുന്നതാണ്. ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് പേർപ്പസ്. പക്ഷെ അത് എപ്പോഴും വരത്തില്ല. ഇനിയും ഇസ്രായേലിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒരു കാറ്റടിക്കാൽ നല്ല സുഖമാണ് അവിടെ കിടക്കാൻ. അപ്പോൾ അവരുടെ പ്രാർത്ഥന എന്തെന്നറിയാം? ഏത് ഈ പാസ് ഓവർ കഴിഞ്ഞ് സൂക്കോത്ത് വരെയുള്ള കാലഘട്ടത്തിലെ അവരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: മഷീവ് റുവാക്ക് ഉമൊറീദ് ഹഗഷേം. മഷീവ് റുവാക്ക് ഉമൊറീദ് ഹഗഷേം എന്ന് പറഞ്ഞാൽ, കർത്താവേ ഒരു കാറ്റടിപ്പിക്കണം. എന്തിനു വേണ്ടി? ആ കാറ്റ് മഴമേഘങ്ങളെ കൊണ്ടുവരാൻ. ഒരു കാറ്റടിപ്പിക്കണം. എന്തിനു വേണ്ടി? ചൂടേറിയ എൻ്റെ ജീവിത അനുഭവങ്ങളെ ഒന്ന് തണുപ്പിച്ചാൽ. കർത്താവേ, ആ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒരു കാറ്റ് വേണം. മറ്റേ മരുഭൂമിയുടെ കാറ്റല്ല. എന്തെങ്കിലും ഒരു ദിവസം സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി ബിസിയാണ്. നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി നടക്കുന്നതുകൊണ്ട് ഇപ്പോഴും സ്റ്റുഡൻസ് അതിനകത്ത് പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ടാണ് ഈ സിസ്റ്റമാറ്റിക് ഇതിനകത്ത് ക്രിസ്ത്യൻ സെലിബ്രിറ്റി വീഡിയോ അധികം വരാത്തത്, ടൈം കിട്ടാത്തതുകൊണ്ടാണ്.
എന്തെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഈ കാറ്റുകളുടെ പ്രത്യേകതയെ പറ്റി പറയാം. നോട്ട് നൗ, ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. അപ്പം മെഡിറ്ററേനിയൻ കടലിനോട് നോക്കി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? മഷീവ് ഉർവാഖ് മൊറീദ് അഗഷേം എന്ന് പറഞ്ഞാൽ പ്രൈസിങ് ഗോഡ് ഹു കോസസ് ദ വിൻഡ് ടു ബ്ലോ ആൻഡ് ദ റെയിൻ ടു ഫോൾ ആൻഡ് ദ റെയിൻ ടു ഫോൾ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴും ദേശത്ത് വരൾച്ച, ചൂട്, അതിൻ്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം നടക്കുക. അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, ലാൻഡ് ഇങ്ങനെ വരണ്ട് കിടക്കും. അങ്ങനെ കിടന്ന് എവിടെ ആവുമെന്നറിയാമോ? ഏതാണ്ട് സെപ്റ്റംബർ ലാസ്റ്റ് വരും, സെപ്റ്റംബർ വരും. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് വീണ്ടും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എവിടെ വരണം? യെരുശലേമിൽ വരണം. എന്തിനാ യെരുശലേമിൽ വരുന്നത്? യെരുശലേമിൽ വരുന്നത് കൂടാരപ്പെരുന്നാളിനാ. ഈ കൂടാരപ്പെരുന്നാളിന് വരുമ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ എന്താണെന്നറിയാമോ? അവരുടെ മനസ്സ് മുഴുവൻ ഒറ്റ ചിന്തയേ ഉള്ളൂ. ആ ചിന്തയെന്ന് പറഞ്ഞാൽ മഴയാ. അതൊരു പ്രോമിസാ. എവിടെയാണ് മഴയുടെ പ്രോമിസ് നമ്മൾ കാണുന്നറിയാമോ? ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും, ഇളമ്പുല്ലിന്മേൽ പൊടി പോലെയും, പൊടിമഴ പോലെയും, സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. എന്താ എൻ്റെ ബന്ധമെന്നറിയാമോ? മഴ പോലെ എൻ്റെ ഉപദേശം. മഴയെന്ന് പറഞ്ഞാൽ യഹൂദന് വേറൊരർത്ഥമുണ്ട്. അത് ടീച്ചിങ് എന്നാണ്, പഠിപ്പീരെന്ന. എന്തോ ഈ പഠിപ്പീരെന്ന് പറയുന്നത്? ഞാൻ ഹീബ്രു ആൽഫബറ്റിൻ്റെ ഓരോ ആൽഫബറ്റും എടുത്ത് നിങ്ങൾക്ക് അക്ഷരത്തിൻ്റെ അർത്ഥം പറഞ്ഞു ഓർക്കുന്നില്ലേ? അത് ലാമേദ് എന്ന് പറഞ്ഞത്, അതിൽ നിന്നാണ് ടീച്ചിങ് ഉണ്ടാകുന്നത്. ഒരു വളഞ്ഞ വടിയ കൊണ്ട് അടിക്കുക, എറിയുക, മുറിക്കുന്ന രീതിയിൽ എറിയുക, എറിഞ്ഞ് കൊള്ളിക്കുക, മുറിയിക്കുക, മുറിവുണ്ടാക്കുക. അതാ പഠിപ്പിരുന്ന ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പലപ്പോഴും നല്ല അധ്യാപകർ സ്റ്റുഡൻസിനെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നല്ല പ്രസംഗകർ അങ്ങനെ ആയിരിക്കണം. പത്രോസിൻ്റെ പ്രസംഗം കേട്ടുമ്പോൾ ആൾക്കാർ കുത്തുകൊണ്ടില്ലയോ? അതുപോലെ. അപ്പം നമ്മൾ പ്രസംഗകർ എൻ്റർടൈനേഴ്സ് അല്ല. ആളുകളെ എൻ്റർടൈൻ അല്ല ചെയ്യുന്നതല്ല നമ്മൾ പോകുന്നത്. അതിനവർ വേറെ സിനിമകളും പറഞ്ഞെടുത്ത് പോക്കോട്ടെ. നമ്മുടെ ഉദ്ദേശം മുറിക്കുക എന്നുള്ളതാണ്. മഴ എൻ്റെ അർത്ഥം ടീച്ചിങ്ങാണ്. അതൊരു പ്രോമിസാണ്. ദാറ്റ് മീൻസ് വിത്തൗട്ട് ദ ടീച്ചിങ് ഓഫ് ഗോഡ് യു വുഡ് റാദർ നോട്ട് ഗെറ്റ് എ റെയിൻ എന്ന. വിത്തൗട്ട് ബീങ് ടോട്ട് ബൈ ഗോഡ് ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗെറ്റ് റെയിൻ ഓൺ ടൈം. ദൈവവചനത്താൽ നീ അഭ്യസനം പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമായ മഴ കിട്ടാൻ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ദ ഫസ്റ്റ് തിങ്, ഈ മഴയ്ക്ക് മുമ്പ് യു മസ്റ്റ് ബി പ്രോപ്പർലി ടോട്ട് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ അഭ്യസനം കൃത്യമായി ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുന്നത്, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവയെങ്കിൽ സന്തോഷിപ്പീൻ, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. മുൻമഴ നമ്മുടെ ടോപ്പിക്സ് അതാണ്. അപ്പം ഇതാർക്ക് വേണ്ടിയാണ്? ഇതെപ്പോഴാണ് വരുന്നത്? ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതുകൊണ്ട് എന്താ സാധിക്കുന്നത്? ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇസ്രായേലുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയല്ല, എല്ലാ ദൈവമക്കൾക്കും അവരുടെ ഡെയിലി ലൈഫിൽ, അവരുടെ ദൈനംദിന ആത്മീയ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാവുന്നതും ഇതിനോട് പ്രതികരിക്കാവുന്നതും ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഒന്നാമത്തെ കാര്യം, എ ലോങ് സീസൺ ഓഫ് ഡ്രൈനെസ്, എ ലോങ് ടൈം ഓഫ് ഡ്രൈനെസ്, ഡ്രൈ ആയി കിടന്ന ഒരു ലോങ് സീസൺ ജീവിതത്തിലുണ്ടായി. ഒരു മഴ പെയ്യാത്ത, ഒരു അനുഗ്രഹം ഉണ്ടാകാത്ത, ഒരു തണുപ്പ് ലഭിക്കാത്ത
ഒന്നും മുളയ്ക്കാത്ത ഒരു ലോങ് സീസൺ ലൈഫിലുണ്ടായി. ഈ ലോങ് സീസൺ എന്താ സംഭവിക്കുന്നറിയാമോ? ഒരുപാട് കാര്യങ്ങൾ മണ്ണിനടി പോവുക, ഒരുപാട് കാര്യങ്ങൾ മണ്ണിനടി പോവുക, മണ്ണിനടി കിടക്കുക. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ഒരു ദൈവപ്രവൃത്തി നടക്കാഞ്ഞതുകൊണ്ട്, ദൈവം ഒരു മഴ അയക്കാഞ്ഞതുകൊണ്ട്, ദൈവം അയച്ചല്ലാതെ ഒരിടത്തും വെള്ളം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, അതാ ഇസ്രായേൽ ദേശത്തിന്റെ പ്രത്യേകത. നദിയില്ല, തോടൊന്നുമില്ല, മെഡിറ്ററേനിയൻ കടലിൽ ഉപ്പുവെള്ളമാണ്. അന്ന് ഈ ഡീസാനിലൈസേഷൻ പ്രോസസ് ഒന്നും ഇല്ല. മുകളിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ഒന്നും കിട്ടത്തില്ല, മുകളിൽ നിന്ന് ലഭിച്ചുമില്ല. അങ്ങനെ പോയി ലോങ് ടൈം, എ ലോങ് ടൈം വെൻ ലൈക്ക് ദാറ്റ്. മുകളിൽ നിന്നൊന്നും ലഭിച്ചില്ല, ദീർഘസമയം അങ്ങനെ അങ്ങ് പോയി. നീ എന്താ ചെയ്യുക? ആരോടാ ചോദിക്കുക? ആരാ മറുപടി പറയുക? ആരാ പരിഹാരം തരിക? ഒരുപാട് കാര്യങ്ങൾ മണ്ണിനടിയിൽ പോയി. A lot of seeds, ഒരുപാട് സീഡ്സ് മണ്ണിനടിയിൽ പോയി. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ടു ഇറ്റ്? അതവിടെ തകർന്ന് പൊടിഞ്ഞ് അമർന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി തിരിച്ചു വരത്തില്ല. അങ്ങനെ ആയിപ്പോയി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ചൂടേറിയ ജീവിതാനുഭവങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട ഒരു മനുഷ്യനാണ് ഞാൻ. ചൂടേറിയ ജീവിതാനുഭവങ്ങളിൽ, പൊള്ളുന്ന അനുഭവങ്ങൾ കൂടെ പോയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും മണ്ണിനടിയിലായി പോയതാ. ഇനി അവിടെ നിന്ന് തിരിച്ചു വരുമോ? അത് വിൽ ഇറ്റ് കം ബാക്ക് ടു ലൈഫ്? വിൽ ഇറ്റ് കം ബാക്ക് ടു ലൈഫ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ സീരിയസ് ക്വസ്റ്റ്യൻ. തിരിച്ചു വരുമോ? നോക്കി, അങ്ങനെ പ്രതീക്ഷിച്ച് മഴയൊന്നും കാണാതിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. പല ദൈവമക്കളുടെയും ജീവിതത്തിൽ പ്രാർത്ഥന മുടങ്ങിയില്ലെങ്കിലും പ്രതീക്ഷ മുടങ്ങിപ്പോയിട്ടുണ്ട്. എന്നോട് പറയും, പാസ്റ്റർ ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്, പക്ഷെ ഇനിയും തിരിച്ചു വരുമോന്ന് അറിയത്തില്ല. ഇനി മണ്ണിനടിയിൽ പോയതൊക്കെ തിരിച്ചു വരുമോന്ന് അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥന തുടരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് എവിടെ വന്നു? എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ വന്നു. 84 സങ്കീർത്തനക്കാരൻ പറയാ, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ വന്നു. കൂടാര പെരുന്നാൾ. എന്താ ഈ കൂടാര പെരുന്നാളിന്റെ പ്രത്യേകത എന്നറിയാമോ? കൂടാര പെരുന്നാളാണ് ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ ദൈവമക്കൾ ആനന്ദിക്കുന്ന പെരുന്നാൾ. ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്ന പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. 118 സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. അത് ദാവീദിന്റെ സങ്കീർത്തനമൊന്നും അല്ല കേട്ടോ, സെരുബ്ബാബേൽ എഴുതിയ സങ്കീർത്തനമാണ്. ഈ ദൈവസന്നിധിയിൽ വരുന്നവരെന്താണെന്ന് അറിയാമോ? കൂടാരങ്ങളാണല്ലോ പാർക്കുന്നത്. കൂടാര പെരുന്നാളിന് കൂടാരങ്ങൾ പാർത്തിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു കയ്യിൽ ഒരു ഈ സിട്രസിന്റെ ഒരു ഫ്രൂട്ട് എടുക്കും. അതിൻ്റെ കൂടെ ഈ ഇതിൻ്റെ കുരുത്തോല പറഞ്ഞിടും. കുരുത്തോല. മറ്റേ കയ്യിൽ ഒരു ലെമൺ എടുത്തിട്ട് ഒരു കൊഴുന്ത് കൂടെ അതിൻ്റെ കയ്യിൽ പിടിക്കും. കൊഴുന്ത്, മേർട്ടിൽ. ഈ മേർട്ടിലിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്തുതി എന്നാ. പ്രതീക്ഷകളെല്ലാം മണ്ണിനടി കിടക്കുക, സ്തുതി മുടങ്ങിയിട്ടില്ല. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അല്ലേ? സ്തുതി മുടങ്ങിയിട്ടില്ല. ഇത് രണ്ടും കയ്യിലെടുത്തിട്ട് അവര്
യഹോവേ ഞങ്ങളെ രക്ഷിക്കണം, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണം, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് ശുഭത നൽകണം എന്ന പാട്ട്. ഈ പാട്ട് പാടുമ്പോൾ എന്നറിയാമോ, അവരിങ്ങനെ റൗണ്ടിൽ തിരിയും. ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പിൽ റൗണ്ട് തിരിഞ്ഞാണ്, ഫുൾ തിരിഞ്ഞ് പതുക്കെയാണ്, വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ്, ഇങ്ങനെ തിരിഞ്ഞ് അതാണ് നൃത്തം ചെയ്യുന്നത് പറയുന്നത്. ഇതിനെയാണ് നീതിമാന്മാർ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ എന്ന് പറയുന്നത്. റാനി റാനി വസിംഹി വസിംഹി ബാറ്റ് സിയോൻ, റാനി റാനി വസിംഹി വസിംഹി ബാറ്റ് സിയോൻ. ആ പാട്ട് മനസ്സിലായോ? പാട്ട് ഏതാ പാട്ടെന്ന് പറഞ്ഞാൽ റാനി റാനി വസിംഹി വസിംഹി ബാറ്റ് സിയോൻ, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിക്കുക. വഹിന്നി കിഹിന്നി കിഹിന്നി ബവാസകന്തി ബെറ്റോകക്. അർത്ഥം എന്തെന്നറിയാമോ? സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിക്കുക, നിന്റെ രാജാവ് ഒരു ദിവസം നിന്റെ അടുത്തിറങ്ങി വരും. One day your king is coming down. Your king is coming down. എന്തിന്? നിന്റെ ഇടയിൽ പാർക്കുന്നതിന് വേണ്ടി, നിന്റെ ഇടയിൽ പാർക്കുന്നതിന് വേണ്ടി. ഇത് പാടിങ്ങനെ അവർ പോകും ദൈവസന്നിധി വരെ. അവിടെ ചെന്ന് എന്താണെന്നറിയാമോ? The whole day they spend there. എന്തിനു വേണ്ടി? ദൈവവചനത്തിന് വേണ്ടി. റാബായിമാർ വരും ഇപ്പോഴാണെങ്കിൽ. മുമ്പ് പുരോഹിതന്മാർ അവർ വിശുദ്ധ തിരുവഴുത്തെടുത്ത് വായിക്കും. തിരുവഴുത്തുകളെടുത്ത് വായിച്ചിട്ട് തിരുവഴുത്തുകളെ പൊരുൾ തിരിച്ച് കൊടുക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും പറയാൻ നിങ്ങൾ കേട്ട് മടുത്തു കാണുന്ന ഒരു സെൻറ്റൻസ് ആണ്. വായിച്ചിട്ട് ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വേദശാസ്ത്രീയനെ പറ്റി പറഞ്ഞിരിക്കുന്നതും പണ്ഡിതന്മാരുടെ അഭിപ്രായവും വേറൊരു വേദശാസ്ത്രി പറഞ്ഞതും ഞാനൊന്നും പറയത്തില്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഈ തിരുവെഴുത്ത് എന്താ ചെയ്യുന്നറിയാമോ? ഈ തിരുവെഴുത്ത് എന്താ ചെയ്യുന്നത്? ആഴത്തിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരിക. So first they got the rain of the word of God. ദൈവത്തിന്റെ വചനം മഴ പോലെ ഹൃദയത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞു. വചനം മഴ പോലെ ഹൃദയത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഇത് നമുക്കില്ലാത്ത ഒരൊറ്റ കാര്യമാണ്. നമ്മൾ കൺവെൻഷൻ വെച്ചാൽ അത് നമ്മുടെ ഈ ഗായക സംഘം എന്ന് പറയുന്ന ആ കക്ഷികൾ, പിന്നെ ഒരു ഉദ്ഘാടകൻ വരും. ഈ പുള്ളി അങ്ങോട്ട് ഞാൻ പറഞ്ഞ ഒലക്കെ ആടുകയെന്ന്, ഈ പുള്ളി അങ്ങോട്ടൊന്ന് ഒലക്കെ ആടിച്ചില്ലെങ്കിൽ ഇവിടെ പ്രസംഗം നടക്കത്തില്ലല്ലോ. പിന്നെ എന്തുവാ, ഈ ഗ്രീറ്റിങ്സ് പറയാൻ കുറേ കക്ഷികൾ വരും. ഇങ്ങനെ കുറേ എണ്ണത്തിൻ്റെ കലാപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു 15 മിനിറ്റ് പ്രസംഗത്തിന് കിട്ടിയാലായി ഇല്ലെങ്കിലായി. എൻ്റെ ഈ ക്ലാസ് ഒരാൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. ഫസ്റ്റ് കേസ് ജോണാണ്. 1996 ഒരു പുള്ളി, ആ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്ത് തങ്കമ്പ സ്റ്റേഡിയം എന്നൊരു വലിയ സ്റ്റേഡിയത്തിൽ ഒരു ഭയങ്കര കൺവെൻഷൻ വെച്ചിട്ട് 1-ാം ദിവസം പ്രസംഗിക്കാനായിട്ട് ഫസ്റ്റ് കെ സി ജോണിനെ വിളിച്ചു. അപ്പോൾ കെ സി ജോൺ പ്രസംഗിക്കാൻ വരുന്ന പറഞ്ഞപ്പോഴത്തേക്ക് നാട് മുഴുവൻ ഇളകി. ഉള്ള സകല ബന്ധുക്കോസുകാർ, CSIക്കാർ എന്ന് വേണ്ട വരാൻ ഒരുത്തിനുമില്ല. എൻ്റെ ദൈവമേ, എന്തോ ഒരാൾക്കൂട്ടമാണ്. ആദ്യം 2-3 പെൺപിള്ളേർ 3 ചെക്കന്മാർ വന്ന് ഈ കേക്കൊക്കെ പാടി, പിന്നെ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ പാടി, പിന്നെ ഒരുപാട് പ്രോഗ്രാംസാണ്. ഒടുവിൽ അത് ഈ കൺവെൻഷൻ നടത്തിയ ആൾ തൻ്റെ പുള്ളി ആദ്യമായിട്ട് കൺവെൻഷൻ നടത്തുക കേട്ടോ, തൻ്റെ അനുഭവ സാക്ഷ്യത്തെപ്പറ്റി ദീർഘമായൊരു സാക്ഷ്യം പറഞ്ഞു. പിന്നെ നല്ലവണ്ണം സ്വോത്രാഴ്ചയുടെ ആവശ്യത്തെപ്പറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം. സ്വോത്രാഴ്ചയുടെ ആവശ്യത്തെപ്പറ്റി, സ്വോത്രാഴ്ചയുടെ ആവശ്യകതയെപ്പറ്റി. ശരിക്കും സ്വോത്രാഴ്ച എടുക്കുന്നതിന് ഒരു പ്രസംഗിക്കണം. അത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മൾ ഒരിക്കലും പ്രസംഗിച്ചില്ല, പിന്നെ സ്വോത്രാഴ്ച എടുക്കാൻ ഒക്കാത്തതുകൊണ്ടാണ്. ആ പ്രസംഗം പ്രസംഗിച്ചാൽ പിന്നെ സ്വോത്രാഴ്ച എടുക്കാൻ ഒക്കത്തില്ല. അത് സ്വോത്രാഴ്ചയുടെ ഉപദേശമാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഇനിയുണ്ട് ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ട്. കെ സി കൊണ്ട് വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. എന്താ ചെയ്യുക? അവിടെ ചാമാരോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ?
വഴക്കുണ്ടാക്കാൻ പറ്റും. അദ്ദേഹം എഴുന്നേറ്റ്, എന്റെ ദൈവമോ സാത്താന്റെ വേഗത്തിൽ നിന്റെ കാൽ കീഴെ ചവിട്ടിക്കളയും, ദൈവം നിനക്ക് ജയം തരും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടു. കേസിയോന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് എത്രയോ ദൂരെ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന ഈ പാവം ജനങ്ങളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഈ വചന ശുശ്രൂഷയെ മാക്സിമം നമ്മൾ കുറയ്ക്കും. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഫലകം കൊടുക്കണം, വേറെ പുസ്തകം പ്രകാശിപ്പിക്കണം, വേറെ ആൾക്ക് ഗ്രീറ്റി കൊടുക്കും, ഒരാൾക്ക് അനുഭവ സാക്ഷ്യം പറയണം. അനുഭവ സാക്ഷ്യം പറയണം. ഞാൻ 2014 കുമ്പനാട് പ്രസംഗിക്കാൻ ചെന്നപ്പം അവിടെ മുഴുവൻ അനുഭവ സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിന് അനുഭവ സാക്ഷ്യം പറഞ്ഞ ആൾ പറഞ്ഞു, എന്തിനാ പ്രസംഗിക്കുന്നത്? ഒറ്റ പ്രസംഗത്തിന് ഒറ്റ അനുഭവ സാക്ഷ്യം മതി 1000 പ്രസംഗത്തിന് പകരം. അപ്പം ഞാൻ ചിന്തിക്കുക, എന്നാൽ പിന്നെ നമുക്ക് കർത്താവ് പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾ ഭൂമിയിലുള്ള സകല സൃഷ്ടിയോടും പോയി അനുഭവ സാക്ഷ്യം പ്രസംഗിച്ചാൽ മതി അല്ലേ? ഓരോരുത്തർ അവരുടെ അനുഭവ സാക്ഷ്യം പ്രസംഗിച്ചാൽ മതി. മാക്സിമം വചന ശുശ്രൂഷയെ നാരോ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ലോകത്ത്. അപ്പം ഇത് നമ്മൾ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യം ഇവിടെ ഇടയ്ക്ക് കയറി പറഞ്ഞത്. അങ്ങനെ അല്ല, അങ്ങനെ ആകരുത്. കൂടാരപ്പെരുന്നാളിന് ജനം മുഴുവനും ദീർഘമായ വചന ശുശ്രൂഷ കേട്ട് വചനം ഇങ്ങനെ തുളച്ച് കിടക്കുക അവരുടെ ഹൃദയത്തിലേക്ക്. ഇങ്ങനെ വചനം തുളച്ച് കിടക്കുക. ഈ വചനം തുളച്ച് കിടക്കുമ്പോഴും അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്? അങ്ങോട്ടൊന്ന് പോകാം. അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. എന്തെന്നറിയാമോ? ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, ആശ വെച്ച കാര്യങ്ങൾ മണ്ണിൻ്റെ ഇടയിലിട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക. സോ വേർ ആർ വി ഗോയിങ് ബാക്ക് ടു? ഞങ്ങൾ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? ഞങ്ങൾ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? ഇവിടെ അവരാഗ്രഹിക്കുന്ന സാധനത്തിൻ്റെ പേരാ എന്ത്? ഈ മുൻമഴ എന്ന് പറയുന്നത്. ഗഷം. ഈ മുൻമഴ എന്ന് പറയുന്നത് എന്താണിത്? വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി ഡു? ഈ മുൻമഴ ചെയ്യുന്നത് മേക്കിംഗ് സംതിങ് ടു കം ഇൻ ടു ബീയിങ് ദാറ്റ് വാസ് നോട്ട്. അവിടെ ഇല്ലാതിരുന്ന ഒന്നിനെ എക്സിസ്റ്റൻസിലേക്ക്, ലൈഫിലേക്ക് തിരിച്ചു വിളിക്കുക. ജീവൻ നഷ്ടപ്പെട്ടു പോയതിനെ ജീവനിലേക്ക് തിരിച്ചു വിളിക്കുക. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതിനെ പ്രതീക്ഷയിലേക്ക് തിരിച്ചു വിളിക്കുക. ഓർമ്മയിൽ നിന്നും പോലും പോയ പ്രാർത്ഥനാ വിഷയങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. ഇനി ഒരിക്കലും വരത്തില്ലെന്ന് ചിന്തിച്ച കാര്യങ്ങൾ തിരിച്ചു വരിക. എങ്ങനെ? ദോസ് തിങ്സ് ദാറ്റ് ആർ ഷ്രിവൽഡ്, ബറീഡ്, ഇൻവിസിബിൾ സീഡ്സ്. ഷ്രിവൽഡ്, തകർന്നു പോയ വിത്തുകൾ. ബറീഡ്, കുഴിച്ചിട്ട് കിടക്കുന്ന വിത്തുകൾ. ഇൻവിസിബിൾ, അദൃശ്യമായത്. ഈ മൂന്നിനെയും തിരിച്ചു കൊണ്ടുവരാൻ പോവുക. ഒരുപാട് നാളുകളിൽ കാണാൻ കഴിയാഞ്ഞത് തിരിച്ച് നീയും കാണും, ലോകവും കാണുമെന്ന്. തകർന്ന് പൊടിഞ്ഞു പോയത് തിരിച്ചു വരുമെന്ന്. കുഴിച്ചിട്ട് പോയത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആര് കൊണ്ടുവരുമെന്ന്? അതിൻ്റെ പേരാണ് മുൻമഴ. അതിൻ്റെ പേരാ മുൻമഴ. ഞാൻ ഇടയ്ക്കൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോവാ. ഒരിക്കൽ തനിയ ഒരു സ്ത്രീക്ക്, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് വായിക്കുന്നത്, അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ചൂരൻകാരത്തി എന്ന ഒരു മോനുള്ള മരിച്ചുപോയി. ഭർത്താവ് വൃദ്ധനുമാണ്. എന്തോ ചെയ്തു? നേരെ കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ട് ഏലിശായുടെ കട്ടിലെ കിടത്തി. അവിടുന്ന് ഒരു കഴുതയൊക്കെ മേയിച്ചുകൊണ്ട് പോവുക. ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ ഇപ്പം പ്രവാചകന്റെ അടുത്ത് പോകുന്നത്? അമാവാസ്യയും പൗർണമിയൊന്നും അല്ലല്ലോ. വേണ്ടതില്ല. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. വേണ്ടത് ഇല്ല. ഇവരെന്താ ചെയ്തത്? നേരെ പോയി പ്രവാചകന്റെ അടുത്ത് ചെന്നു.
പ്രവാചകന്റെ അടുത്ത് ചെന്നു, കാലേ കയറി പിടുത്തം പിടിച്ചു. യഹോവയാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഐ ഡോണ്ട് ഹാവ് എ റിട്ടേൺ വിത്തൗട്ട് യു ടു മൈ ഡെഡ് ഇഷ്യൂസ്. മരിച്ചുപോയ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, തകർന്നുപോയ എൻ്റെ ജീവിത വിഷയങ്ങളിലേക്ക് എനിക്കിനി തനിച്ചു പോകാൻ തിരിച്ചു പോകാൻ കഴിയത്തില്ല. എനിക്ക് തന്നെ തിരിച്ചു പോകാൻ കഴിയത്തില്ല. ഒരു ഉയർപ്പൻ ദിവസം രാവിലെ കൂടെ വന്നവരൊക്കെ തിരിച്ചു പോയിട്ടും എൻ്റെ കർത്താവിനെ കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ മറിയ കല്ലടയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അതൊരു ജീവിതാനുഭവമാണ്. എൻ്റെ വിഷയത്തിൻ്റെ മറുപടി ഇല്ലാതെ, ഒരു പരിഹാരമില്ലാതെ, എൻ്റെ കാര്യം സാധിക്കാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. കൂടാര പെരുന്നാൾ എന്തെന്നറിയാമോ? ലിവിങ് വിത്ത് ദ ലോർഡ്. സോ ഡു യു നീഡ് എ ഫോർമർ റെയിൻ? ഒരു മുൻമഴയാണ് ആവശ്യമെങ്കിൽ ഏതിൻ്റെ മണ്ടയ്ക്ക്? shriveled, buried, invisible issues. തകർന്നു പോയ, മണ്ണിനടിയിൽ പോയ, അദൃശ്യമായ, ഒന്നും കാണാനില്ല അവിടെ. അവിടുന്ന് മണ്ടയ്ക്ക് ഒരു മഴയാണ് ആവശ്യമെങ്കിൽ കം ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. കൂടാരത്തിലേക്ക് വരണം. എങ്ങനെ കൂടാരത്തിലോട്ട് വരേണ്ടത്? നിരാശയുടെ പാട്ടുകളോടല്ല. പിന്നെ എങ്ങനെ പറഞ്ഞല്ലോ, സിയോൻ പുത്രി ഘോഷിച്ചുല്ലസിക്കുക. ആ പാട്ടും പാടിക്കൊണ്ട് പറയുക. ഇനിയും എന്തുവാണെന്ന് പറയുന്നത്? ഓയ് ഞങ്ങളെ രക്ഷിക്കണം, കർത്താവേ ഞങ്ങൾക്ക് ശുഭത നൽകണം. എന്തുവാ കേൾക്കുന്നത്? ഹൃദയത്തിൽ ഇറങ്ങുന്ന ദൈവവചനം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, വചനത്തിന് വേണ്ടി. ഫെസ്റ്റിവൽ ഓഫ് സൂക്കോത്ത് ഈസ് ഓവർ. സൂക്കോത്തും കഴിഞ്ഞു. സൂക്കോത്തും കഴിയുമ്പോൾ ഹൃദയത്തിലൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? നീ ഇട്ടേച്ചു പോയ വരണ്ട്, തകർന്ന്, പൊടിഞ്ഞ്, ഒടിഞ്ഞ്, ഇൻവിസിബിളായ കുഴിച്ചിട്ട വിഷയങ്ങളിലേക്ക് നീ തിരിച്ചു പോകുമ്പോൾ അങ്ങനല്ല കാണാൻ പോകുന്നത്. നീ എങ്ങനെ കാണാൻ പോകുന്നത്? അതിനെ അലങ്കരിക്കുക. നീ അവിടെ എത്തുന്നതിന് മുമ്പ് മുൻമഴ അവിടെ എത്തി. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ പെയ്തിറങ്ങി. വചനം നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിയതുപോലെ നിന്റെ വിഷയങ്ങളുടെ ഒരു മഴയും ഇറങ്ങി. എന്നിട്ടെന്താ ചെയ്ത്? നീ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒന്നുമില്ല. ഊഷരഭൂമിയാ. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് അനുഗ്രഹങ്ങളെ കൊണ്ട് മൂടുക, അലങ്കരിക്കുക. ആരാ അലങ്കരിക്കുന്നത്? മുൻമഴ അലങ്കരിക്കുക. അതിനെ മുൻമഴയാൽ അത് അനുഗ്രഹമായി തീരുന്നു. ഏത് അനുഗ്രഹമായി തീർന്നു? നിന്റെ മണ്ണിടയിൽ പോയ വിഷയങ്ങൾ, നിന്റെ തകർന്നു പോയ സ്വപ്നങ്ങൾ, ഇട്ടേച്ചു പോയ പ്രതീക്ഷകൾ, ഒരു മഴ ലഭിക്കാഞ്ഞുകൊണ്ട് നഷ്ടമായി പോയത്. ഇപ്പം നിന്നെ എതിരേൽക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുക. ദൈവം അതിനെ അണിയിച്ചൊരുക്കുക. നീ വിട്ടേച്ചു പോയ വിഷയങ്ങളുണ്ടല്ലോ. നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക. എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക? നന്മ കൊണ്ട് അലങ്കരിക്കപ്പെട്ട് ദൈവം അതിനെ മുൻമഴ അയച്ച് സകല അനുഗ്രഹങ്ങളുണ്ടും അതിനെ പൊതിഞ്ഞ് അലങ്കരിച്ച് അത് നിന്നെ നോക്കിയിരിക്കുക, നീ വരുന്നത് കാണാൻ. ഹല്ലേലൂയ. മുൻമഴയാൽ അത് നിന്റെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും,
നഷ്ടപ്പെട്ട പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആഗ്രഹങ്ങളും മണ്ണിനടിയിൽ പോയത് തിരിച്ചു വന്ന് അലങ്കാരപൂർണമായി നിന്നെ എതിരേക്കാൻ നിൽക്കുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.